ആഷിഖ്, ഡിവൈഎഫ്ഐ പിണറായി വിജയന്റെ വാലായി മാറിയെന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ നല്ലൊരാളുടെ വാലായി മാറുക, ഇപ്പോൾ നല്ലൊരു സ്റ്റാർ ഫിഗറിന്റെ ഒപ്പം നടക്കുന്ന ആളെ വലം കൈയായും അല്ലെങ്കിൽ കൂടെ നടക്കുന്ന നല്ലൊരു വ്യക്തിയായിട്ടും കാണുന്നു. ഈ വാലായി മാറുക എന്ന് പറയുമ്പോൾ പിണറായി എന്തോ മോശം വ്യക്തിയാണ് എന്നാണോ കണ്ണൂർ ജില്ലാ സമ്മേളനം വിമർശിക്കുന്നത്? ഇതേ സെയിം വിമർശനം നമ്മുടെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഉയർന്നിട്ടുണ്ട്. അതായത് തലയിരിക്കുമ്പോൾ വാലാടരുത് എന്നൊരു നമ്മുടെ പഴഞ്ചൊല്ലുണ്ട്. അതായത് പിണറായി പറയും ഡിവൈഎഫ്ഐ അനുസരിക്കും, അല്ലെങ്കിൽ പിണറായി മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ഡിവൈഎഫ്ഐ മിണ്ടാതിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെ അല്ലെങ്കിൽ ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിനും ഈ ഒരു കാലയളവ് വരെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ PR വർക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളിയാവുക, അല്ലെങ്കിൽ സാധാരണ ഈ പിണറായി വിജയനെ കുറ്റം പറയുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ തെറി പറയുക, ആഭാസം പറയുക, അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു രാഷ്ട്രീയ ഗുണ്ടകളുടെ ഒരു സംഘം, അതാണ് ഡിവൈഎഫ്ഐ. ഇപ്പോൾ ആ ഒരു ഡിവൈഎഫ്ഐക്ക് ഒരു ബോധോദയം ഉണ്ടായിരിക്കുകയാണ്. പിണറായി വിജയനെ താങ്ങിയത് തങ്ങൾക്ക് തന്നെ കെണിയായി, അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ കുരിശായി എന്നുള്ളൊരു ബോധോദയം വന്നു എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്നത്. അതെ, അപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിന്റെ കണ്ടിന്യൂഷൻ ആണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സരിൻ ശശിക്കെതിരെയും വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാകുന്നത്, സഖാക്കൾക്കെല്ലാം മനസ്സിലായി മുകളിലിരിക്കുന്ന വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന്. പക്ഷേ ഈ മുകളിലിരിക്കുന്ന വ്യക്തികൾ പറയുന്നു സംഘടനാ തലത്തിൽ പലതും ചെയ്യാത്തത് കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായതെന്ന്. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പയ്യന്നൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. പയ്യന്നൂരിലെ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പൊ ഇലക്ഷന് ഒരു മാസത്തിനപ്പുറം മുൻപ് എന്നോടൊരു പയ്യന്നൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഈ പറഞ്ഞ പയ്യന്നൂരിൽ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം വെറും ഒരു സ്ഥാനമോഹിയാണ്, വെറുതെ അങ്ങ് അലിഗേഷൻസ് ഉണ്ടാക്കുകയാണ്, അദ്ദേഹം അവിടെ ജയിക്കില്ല, ഈ പറഞ്ഞതുപോലെ വെറുതെ ഒരു മത്സരമാണ്, ഈ പുറത്തു വരുന്ന ന്യൂസ് ഇങ്ങനെയാണെങ്കിലും നമുക്ക് ജനങ്ങളുടെ പൾസ് അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പയ്യന്നൂരിൽ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ തോക്കുകയും ആരോപണ വിധേയനായ മധുസൂദനൻ ജയിക്കുകയും ചെയ്യും, MLA ആകും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ സഖാവും ഞെട്ടി, ഞാനും ഞെട്ടി, എന്താണ് സംഭവിക്കുന്നതെന്ന് കേരളവും ഞെട്ടി. അതായിരുന്നു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണൂരിലൊക്കെ ഇത്തരത്തിലൊരു അട്ടിമറി വിജയം നടക്കണമെങ്കിൽ ആ അടിത്തറയിൽ അത്രത്തോളം വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ തന്നെ അവർ വിമർശിക്കുകയാണ്. അടിത്തറ ഫുള്ള് നശിച്ചിരിക്കുകയാണ്, അടിത്തറ പൊള്ളയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ പരാജയം ഉണ്ടായത്. ഇതിന്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ആരോപിക്കുകയാണ്, പിണറായി തോറ്റതോ തോറ്റ്, ഇനി ഡിവൈഎഫ്ഐ എങ്കിലും സ്വന്തം കാലിൽ നിന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഡിവൈഎഫ്ഐ പിണറായിയുടെ വാലി പോലെ നടക്കുകയായിരുന്നു. പിണറായി പിടിക്കുന്ന വള്ളികളെല്ലാം ഡിവൈഎഫ്ഐക്ക് കൊടുക്കുന്നു, ഡിവൈഎഫ്ഐ അത് എടുത്തു പൊക്കി നടക്കുന്നു, പണി വാങ്ങി കൂട്ടുന്നു. അങ്ങനെ കിട്ടുന്ന വോട്ട് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ, പാർട്ടി വോട്ടുകൾ പോലും ചോർന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഇത്രയും നാണം കെട്ട തോൽവിയിലേക്ക് CPM പോവുക? അപ്പോൾ വിമർശനം ശക്തമാണ്. ഈ പറഞ്ഞ കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ ജില്ല ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇപ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് ആലോചിച്ചാൽ M സ്വരാജോ A റഹീമോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഇതുപോലുള്ള മെയിൻ മറ്റേ മുതിർന്ന നേതാക്കളല്ലാതെ ആരെങ്കിലും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ആരും വിലയിരുത്തുന്നില്ല. സംഭവിച്ചത് വ്യക്തി കേന്ദ്രീകൃതമായി പോയി, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൾ പറ്റിപ്പോയി, സംഘടനാ ദൗർബല്യമാണ് എല്ലാത്തിനും പ്രശ്നം, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനം വളരെ വീക്കായിരുന്നു എന്നുള്ള വിലയിരുത്തലാണ് ഈ 14 ജില്ലകളിൽ നിന്നും വരുന്നത്. അവിടെ നിന്ന് ഒരു ഏരിയ കമ്മിറ്റികൾ പോലും അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറ്റിയ വീഴ്ചകളെ പറ്റി സംസാരിക്കാൻ മാത്രമേ ഈ ജില്ലാ സമ്മേളനങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഈ വെളിച്ചം വന്നിട്ടില്ലാത്ത കുറച്ച് സഖാക്കന്മാർ മാത്രമാണ് ബാക്കിയുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നത് കാണാറുണ്ടല്ലോ, നമ്മൾ സ്വതന്ത്ര സംഘടനയാണ്, പോഷക സംഘടനയൊന്നുമല്ല, ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്. പക്ഷേ ഡിവൈഎഫ്ഐ വാലി പിടിച്ച് പോകുന്നത് കൊണ്ടാണ് ഇത്ര വലിയ പതനം സംഭവിക്കുന്നത്. ഇനി ഇതിനൊരു മാറ്റം ഇനി ഉണ്ടായാൽ CPM നിലനിന്ന് പോകും, അല്ലേ? അതെ, തീർച്ചയായും. ഈ ഡിവൈഎഫ്ഐയുടെ ഒരു മാതൃസംഘടന അല്ലെങ്കിൽ ഏറ്റവും ഒരു
കോർ പോയിന്റ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് എന്നത് CPM ആണെന്ന് അറിയാത്തവർ ആരുമില്ല. അത് പകൽ പോലെ സത്യമാണ്. അത് ഡിഫെൻഡ് ചെയ്യാണ്. ഇത് ഈ A റഹീമോ അല്ലെങ്കിൽ ഇത് അതുപോലെ ആർഷോ പോലുള്ള ആൾക്കാർ ഡിഫെൻഡ് ചെയ്താലും അതല്ല എന്ന് അങ്ങനെ ആവുന്നില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പരാമർശങ്ങളെല്ലാം ഇവർക്കെതിരെ തന്നെ, അല്ലെങ്കിൽ ഈ CPM പാർട്ടിക്ക് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ വിജയത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടു. ഇവരുടെ തന്നിഷ്ടപ്രകാരമുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു CPM എന്നുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ അധപ്പതിക്കാൻ കാരണം. അത് ഇവർ മുന്നേ മനസ്സിലാക്കി ആ ഒരു സമയത്ത് തിരുത്തേണ്ടടുത്ത് തിരുത്തിയിരുന്നെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ വിമർശനം ഉണ്ടാകേണ്ടിയിരുന്നില്ല. പിന്നെ ഇവർക്ക് വിമർശിക്കാൻ ഇതുപോലെ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കൂടുന്ന ജില്ലാ സമ്മേളനത്തിലല്ലാതെ ഏതെങ്കിലും ഒരു പൊതു ഇടത്തിൽ തങ്ങളുടെ നേതൃത്വം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള DYFI നേതാക്കൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. കാരണം സമ്മേളനങ്ങളിൽ മാത്രമാണ് പാർട്ടിയെ വിമർശിക്കാനുള്ള ഒരു ഒരു ഫ്രീഡം കൊടുത്തിരിക്കുന്നത്. അത് എത്ര കാലമായി പറഞ്ഞ ഫ്രീഡം കിട്ടിയിട്ട് എത്ര പേർക്ക് അത് തുറന്നു പറയാൻ കഴിയും? പാർട്ടിയുടെ അക്രമം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള മാനസിക പീഡനങ്ങൾ ഏൽക്കാതെ ഇതൊന്നും തുറന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നത്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമാണ്. പക്ഷേ CPM-നുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സംഘടനയ്ക്കുള്ളിലോ ഇത്തരത്തിൽ തിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു വാർത്തയാണ്. കാരണം അത് വല്ലപ്പോഴും വല്ലപ്പോഴും സ്പേസ് കൊടുക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ തീരുമാനങ്ങൾ, തിരുത്തലുകളുടെ കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ മേലെത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക്, ഈ കോക്കസ് ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകാധിപത്യപരമായിട്ടാണ്. പലപ്പോഴും പലരുമായും ചർച്ച നടത്താതെയാണ് പല കാര്യങ്ങളിലും തീരുമാനിക്കുന്നത്. നമ്മൾ ഈ ഇടത് സംഘടനകളുടെ ഏതെങ്കിലും യുവജന സംഘടനകളെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളിലും പാർട്ടിയോട് യോജിക്കാൻ കഴിയില്ലായിരിക്കും. കാരണം ഏകാധിപത്യപരമായി അവരൊരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തോട് പാർട്ടിയിലെ എല്ലാ സഖാക്കളും യോജിച്ചു നിൽക്കുന്നു. ഇതാണ് അവരുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു യുവജന നേതാവിനോട് ഞാൻ ചോദിച്ചു, എല്ലായ്പ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണ് എടുക്കുന്നത്, എങ്ങനെയാണ് അതിനോട് പൊരുത്തപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്, ഈ ബാലസംഘം മുതൽ യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാവരും അനുഷ്ഠിച്ചു വരുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ പേര് അനുസരണ എന്നാണ്. അപ്പോൾ ഈ കുഞ്ഞിലേ മുതൽ ഇങ്ങനെ കേട്ട് മുതിർന്നവർ പറയുന്നതാണ് കറക്റ്റ്, നമുക്കതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളത് വിഴുങ്ങണം എന്നുള്ള ആശയത്തിന്റെ പുറത്താണ് ഇത് മുന്നോട്ട് വരുന്നത്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയ സമയത്ത് 22 വയസ്സുള്ള ഒരു കുട്ടിയാണോ മേയറാക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് പലരും മറുപടിയായി പറഞ്ഞത്, ബാലസംഘം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കുട്ടിയാണ് ആര്യ രാജേന്ദ്രൻ, അവർക്ക് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, അവർക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരിക്കാനുള്ള യോഗ്യത അവർക്കുണ്ടെന്നാണ്. പക്ഷെ ആ യോഗ്യതയിൽ വന്നിരുന്നുകൊണ്ട് അവരെന്താണ് ചെയ്തത്? പാർട്ടി പറഞ്ഞത് കൃത്യമായി കേൾക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു അഭിപ്രായ രൂപീകരണത്തിന് അവിടെ സ്പേസ് ഇല്ല. ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുക, പാർട്ടിയുടെ രീതിയിലുള്ള ഭാഷയിൽ കഥകൾ മെനഞ്ഞെടുക്കുക, ഖണ്ഡകാവ്യം എഴുതുക, അതെ, ഇതൊക്കെയാണ് ബേസിക്കലി ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ ഒരു DYFI നേതാവിനോ ഒരു യുവജന നേതാവിനോ കഴിയണമെങ്കിൽ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം അവർ. ഇപ്പോ പിണറായിയുടെ വാലായി DYFI മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയെ തള്ളിപ്പറയാൻ ഒരു ജില്ലാ സമ്മേളനത്തിൽ DYFIക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം അധപതിച്ചിട്ടുണ്ടാകും. ഈ നാട്ടിലിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നുണ്ടാകും. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും എന്നാലും ഞങ്ങളോട് ഈ കൊലച്ചതി ചെയ്തല്ലോ എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അവർക്ക് പറയേണ്ടി വന്നത്. ഇത് DYFIയുടെ വിമർശനം എന്ന് പറയുന്നത് ഇവർ തെറ്റുതിരുത്തി മുന്നോട്ട് പോകുന്നു എന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. കാരണം അവരുടെ അതായത് കണ്ണൂരിലെ പുതിയ അതായത് ഏറ്റവും കീ പോസ്റ്റിൽ തിരികെ ഇരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ബോംബേർ കേസിൽ പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു പ്രതിയെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവരുടെ തിരുത്തൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുന്നല്ലോ അവരുടെ ആ ഒരു ആക്ഷൻ കൊണ്ട് മാത്രം.